പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, നാളെ തേജസ്കരണ തിരുനാൾ, അനുഗ്രഹീതമായ ഒരു തേജസ്കരണ തിരുനാൾ ഏവർക്കും ആശംസിച്ചുകൊണ്ട് ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഈ ദിനത്തിൽ നമ്മുടെ ധ്യാനത്തിനായി നൽകപ്പെട്ടിട്ടുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ആദ്യം നമുക്ക് സുവിശേഷ ഭാഗം ഒന്ന് ശ്രവിക്കാം. അവൻ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. അപ്പോൾ 2 പേർ, മോശയും ഏലിയായും, അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു. അവർ അവൻ്റെ മഹത്വം ദർശിച്ചു. അവനോട് കൂടെ നിന്ന ഇരുവരെയും കണ്ടു. അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരോ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. അവൻ ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. അവർ മേഘത്തിനുള്ളിലായപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു. ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല. ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമാണ് യേശു പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് കയറിപ്പോയി എന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു എന്നും പറഞ്ഞിട്ടുള്ളത്. മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലൂക്ക യേശുവിനെ പ്രാർത്ഥനയുടെ മനുഷ്യനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. അപ്പോൾ മോശയും ഏലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. ഈ വാക്യവും നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു എന്ന് പറയുന്നതും മറ്റു സുവിശേഷങ്ങളിൽ കാണുന്നില്ല. മല കയറി ക്ഷീണിച്ച് നിദ്രാവിവശരായിരുന്നിട്ടും അവർ ഉണർവോടെയിരുന്നു. ദൈവമഹത്വം ദർശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മീയ ഉന്മേഷവും ഉണർവും ആനന്ദവുമെല്ലാം നമ്മുടെ ശാരീരിക ക്ഷീണത്തെയും ഉറക്കത്തെയുമെല്ലാം അകറ്റിക്കളയും. ഈ അനുഭവത്തിൽ തന്നെ ആയിരിക്കാൻ നാം ആഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പത്രോസ് യേശുവിനോട് പറയുന്നത്, ഗുരോ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. അവൻ ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. അവർ മേഘത്തിനുള്ളിലായപ്പോൾ, അതായത് ദൈവമഹത്വം അവരെ ആവരണം ചെയ്തപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. ദൈവമഹത്വ ദർശനം അവരിൽ സംഭ്രമം ജനിപ്പിച്ചു എന്നർത്ഥം. അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. അതായത് ഇതുവരെ നിങ്ങൾ മോശയിലൂടെയും പ്രവാചകന്മാരിലൂടെയും ദൈവസ്വരം ശ്രവിച്ചു. ഇനി നിങ്ങൾ എൻ്റെ പ്രിയപുത്രനിലൂടെ നേരിട്ട് ദൈവസ്വരം ശ്രവിക്കുവിൻ എന്നാണ് ദൈവം ശിഷ്യന്മാരെ അറിയിക്കുന്നത്. യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ 12 അപ്പസ്തോലന്മാരും യേശുവിനെ അനുഗമിച്ച അനേകരുമുണ്ടായിരുന്നു. എങ്കിലും പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നീ 3 പേർക്കുമാണ് ദൈവമഹത്വം ദർശിക്കാനും സ്വർഗീയ ദൃശ്യങ്ങൾ കാണാനും
സ്വർഗത്തിൻ്റെ സ്വരം കേൾക്കാനും സാധിച്ചത്. അവർ 3 വർഷത്തോളം യേശുവിൻ്റെ കൂടെ നടന്നതാണ്. അപ്പോഴൊന്നും അവർ ഇതുപോലെ അവിടുത്തെ മഹത്വം ദർശിക്കുകയോ സ്വർഗത്തിൻ്റെ സ്വരം ശ്രവിക്കുകയോ ചെയ്തില്ല. യേശുവിനോടൊത്ത് ഉയർന്ന മലമുകളിലെത്തിയപ്പോഴാണ് അവിടുത്തെ മഹത്വം ദർശിക്കുകയും സ്വരം ശ്രവിക്കുകയും ചെയ്തത്. മല ദൈവ സാന്നിധ്യത്തിൻ്റെയും ധ്യാനാത്മകതയുടെയും പ്രതീകമാണ്. യേശുവിനോടൊത്തുള്ള മലകയറ്റമായ മിസ്റ്റിക്കൽ കോണ്ടംപ്ലേഷനിലൂടെ അഥവാ മിസ്റ്റിക്കൽ ധ്യാനത്തിലൂടെയാണ് നമുക്ക് ദൈവത്തെ നേരിട്ട് ശ്രവിക്കാനും തിരുമുഖം ദർശിക്കാനും സാധിക്കുന്നത്. സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു. അവർ ഇക്കാര്യങ്ങൾ മൗനമായി മനസ്സിൽ സൂക്ഷിച്ചു. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതുവരെ ഇത് ആരോടും പറയരുതെന്ന് യേശു കൽപ്പിച്ചു എന്ന് പറയുന്നു. മർക്കോസ് 9:9. അതനുസരിച്ച് മരിച്ചവരിൽ നിന്ന് ഉയർക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ, അതായത് മലമുകളിൽ കണ്ടതും കേട്ടതും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് താഴ്വരകളിലേക്ക് ഇറങ്ങി വിവിധ കർമ്മങ്ങളിലേർപ്പെടുമ്പോൾ മൗനത്തിൻ്റെയും ഏകാന്തതയുടെയും ഹൃദയ നിശബ്ദതയിൽ ധ്യാന ചൈതന്യത്തോടെ ശുശ്രൂഷകളിലേർപ്പെടുമ്പോൾ നമ്മുടെ കർമ്മരംഗങ്ങളെല്ലാം അനുഗ്രഹീതമാവുകയും നാം ദൈവത്തിൻ്റെ ഉപരിമഹത്വം ദർശിക്കുകയും കൂടുതൽ ശക്തി ആർജിക്കുകയും നമ്മുടെ ജീവിതങ്ങൾ കൃപയുടെ നീർച്ചാലുകളായി മാറുകയും ചെയ്യും. ഈ തേജസ്കരണകാലം നമുക്ക് ഇപ്രകാരം അനുഗ്രഹീതമായ ഒരു കാലയളവാക്കി മാറ്റാൻ പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.